റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 330-ാമത്തെ എപ്പിസോഡ് വാപ്പി വഴി അജ്മീറിലേക്ക്, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളുടെ തിരുസന്നിധിയിലേക്ക് പെട്ടെന്നുള്ള യാത്രയുടെ തീരുമാനം കാരണം ടിക്കറ്റുകൾ ലഭ്യമാകാത്ത സാഹചര്യം വന്നപ്പോൾ വാപ്പി വഴി അജ്മീറിലേക്ക് നടത്തിയ യാത്രാ വിവരണമാണ് ഈ എപ്പിസോഡിൽ. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك അജ്മീറിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ തിരൂര് റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് പോകാനുള്ള വണ്ടി സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരുനാൽവേലിയിൽ നിന്ന് ജാംനഗർ വരെ പോകുന്ന തിരുനാൽവേലി ജാംനഗർ എക്സ്പ്രസ് ആണിത്. ഇതിനാണ് നമ്മൾ പോകുന്നത് നേരെ ഗുജറാത്തിലുള്ള വാപ്പിയിലേക്ക്. അങ്ങനെ അതിമനോഹരമായ കൊങ്കൺ പാതയിലൂടെയുള്ള മനോഹരമായ യാത്രയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും അതിമനോഹരമായ അനുഭവങ്ങളും സമ്മാനിക്കുന്ന യാത്രയാണ് കൊങ്കൺ റൂട്ടിലൂടെയുള്ള യാത്ര. നമ്മൾ വാപ്പി വഴി യാത്ര ചെയ്യാനുണ്ടായ കാരണം പെട്ടെന്ന് തീരുമാനിച്ച ഒരു ട്രിപ്പായതിനാൽ തന്നെ എല്ലാ റൂട്ടുകൾ വഴിയുമുള്ള അജ്മീറിലേക്കുള്ള ട്രെയിനുകളെല്ലാം സീറ്റ് ഫുള്ളായിരുന്നു. അങ്ങനെയാണ് വാപ്പി വഴി തിരഞ്ഞെടുത്തത്. നമ്മൾ പോകുന്ന വണ്ടി അഹമ്മദാബാദ് വഴി പോകുന്ന വണ്ടിയാണെങ്കിലും അഹമ്മദാബാദിൽ നിന്ന് നമുക്ക് അജ്മീറിലേക്കുള്ള ട്രെയിന് കിട്ടില്ല. അതൊക്കെ സീറ്റ് ഫുള്ളായതുകൊണ്ട് തന്നെ മുംബൈയിൽ നിന്ന് വരുന്ന വാപ്പി വഴി അജ്മീറിലേക്ക് പോകുന്ന വണ്ടിയുണ്ട്, അതിന് സീറ്റ് ലഭ്യമാണ്. അങ്ങനെയാണ് നമ്മൾ വാപ്പിയിലേക്ക് കയറുന്നത്. ബോംബെയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അജ്മീർ വണ്ടി കയറാൻ കഴിയില്ല, മറ്റൊരു സ്റ്റേഷനിൽ പോകണം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ യാത്രക്കൊക്കെ വളരെ പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അവരെ പരിഗണിച്ചിട്ടാണ് നമ്മൾ വാപ്പി എന്ന് പറയുന്ന സ്റ്റേഷൻ തിരഞ്ഞെടുത്തത്. വാപ്പിയിൽ നമ്മൾ ഇറങ്ങി 1-2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്താൽ നമുക്ക് അജ്മീറിലേക്കുള്ള വണ്ടി കിട്ടും. ആ ഒരു ലക്ഷ്യം വെച്ചാണ് നമ്മൾ ഇപ്പോൾ ഗുജറാത്തിലെ വാപ്പിയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു ദിവസത്തോളം യാത്ര ചെയ്ത് നമ്മളിപ്പോൾ ഗുജറാത്തിലെ വാപ്പി റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. നമ്മളിവിടെ നിസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. 5:15 കൂടിയാണ്, വൈകിട്ട് 5:15 കൂടിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് 7:30-ക്കാണ് അജ്മീറിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് സമയമൊക്കെ ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞു. അല്പസമയം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്ക് നമുക്ക് അജ്മീറിലേക്ക് പോകാനുള്ള വണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകിട്ട് 7:30 കൂടി പുറപ്പെട്ട നമ്മുടെ വണ്ടി ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 10 മണിയോട് കൂടി നമ്മൾ അജ്മീറിലേക്ക് എത്തും. അജ്മീർ എത്താനായിട്ടുണ്ട്. അജ്മീർ താരാഗഡ് മലയുടെ മുകളിലുള്ള മക്ബറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അജ്മീറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റൂട്ട് ഇങ്ങനെ വളരെ വ്യക്തമായി പറയാനുണ്ടായ ഒരു കാരണം, നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യങ്ങളിൽ ഈ റൂട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് അറിയിക്കാനാണ് ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്തത്. അള്ളാഹു നമ്മുടെ സിയാറത്തുകളൊക്കെ കബൂലാക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ സുൽത്താൻ മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ തിരുസവിധത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അജ്മീറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജ്മീർ ദർഗയിലേക്കുള്ള ഗേറ്റാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അജ്മീറിൽ ഞങ്ങൾ എത്തിയ സമയത്ത് ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെയൊക്കെ സിയാറത്ത് ചെയ്തു. ഇവിടുത്തെ ഒരുപാട് മക്ബറകളുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മൾ അജ്മീറിലെ ഒരുപാട് മക്ബറകളെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് എപ്പിസോഡുകൾ അജ്മീറിൻ്റേത് മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അത് കാണാം. പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മൊത്തം അജ്മീറിലെ എല്ലാ വീഡിയോസും ഒന്നിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ അജ്മീറിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ വരികയാണെങ്കിൽ കേരളത്തിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും മരുസാഗർ എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട്. നല്ല തിരക്കുള്ള ട്രെയിൻ കൂടിയാണ്. ടിക്കറ്റ് പെട്ടെന്ന് കിട്ടാനൊക്കെ വളരെ പ്രയാസം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കണക്ഷൻ ട്രെയിനുകളായിട്ട് അഹമ്മദാബാദ് വഴിയോ അല്ലെങ്കിൽ ആഗ്രയിൽ ചെന്നിട്ട് അങ്ങനെയൊക്കെ നമുക്ക് അജ്മീറിലേക്ക് വരാൻ കഴിയും.
നമുക്ക് ആ റൂട്ടിലൊന്നും ടിക്കറ്റ് കിട്ടാതായപ്പോഴാണ് നമ്മളിങ്ങനെ രൂപം കണ്ടത്. പിന്നെ മുംബൈ വരെ വരാം. മുംബൈയിൽ വന്നാൽ നമുക്ക് ഇറങ്ങി അതേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ട്രെയിൻ കയറാൻ സാധ്യമല്ല. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ സിയാറത്തുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് അങ്ങനെയും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനലിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വിശദീകരിക്കാത്തത്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് മഹാനായ ഹാജ തങ്ങളുടെ പ്രധാനപ്പെട്ട മുരീദായ മഹാനായ ഖുതുബുദ്ദീൻ ബഖ്തിയാരി കാക്കി ദഹ്ലവി തങ്ങൾ ഇബാദത്തിലായി കഴിഞ്ഞ് കൂടിയുന്നൊരു ഗുഹ ഉണ്ട് അജ്മീറിൽ അനാസാഗറിൻ്റെ അടുത്ത്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയും നല്ല മഴയുണ്ട്. അങ്ങനെ അവിടുത്തെ സിയാറത്തുകളൊക്കെ അജ്മീറത്തെ സിയാറത്തുകൾ 3 ദിവസത്തോളം നമ്മൾ അജ്മീറിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിന്. ഇനി ഡൽഹിയിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് മടങ്ങും. അജ്മീറും ഡൽഹിയും മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത്. നമ്മുടെ ട്രെയിന് ഒരു ചരക്ക് വണ്ടിയെ ഓവർടേക്ക് ചെയ്തു പോകുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടേക്കൊക്കെ പോകുമ്പോൾ യാത്രയിൽ നമുക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകളും ഒരുപാട് സംസ്കാരങ്ങളും ഒരുപാട് ജീവിത രീതികൾ നമുക്കിതിൽ നിന്ന് പഠിക്കാൻ കഴിയും. അള്ളാഹു കേരളത്തിലെ നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡൽഹി എയർപോർട്ടാണ്. ഒരുപാട് വിമാനങ്ങൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ ഈ റൂട്ടിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡൽഹി ജുമാ മസ്ജിദിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെയും ഒരുപാട് മക്ബറകളുണ്ട്. ഒന്നും വിശദീകരിക്കണില്ല, കാരണം നമ്മുടെ ചാനലിൽ നമ്മൾ പലവട്ടം ആയിട്ട് ഡൽഹിയിലെയും അജ്മീറിലെയും അതുപോലെ ഉത്തരേന്ത്യയിലെ ഒരുപാട് പ്രദേശങ്ങളിലെ മക്ബറകളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ആവർത്തനം വേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ വിശദീകരിക്കാത്തത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതൊക്കെ കാണാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത പുതിയ ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.